ഇപ്പോൾ വികസിത കേരളം എന്നുള്ളതാണല്ലോ BJP-യുടെയും NDA-യുടെയും അജണ്ട. പക്ഷേ ഇങ്ങനെ വികസിത കാര്യങ്ങളെ താങ്കൾ തന്നെ പറഞ്ഞിരുന്നു തുടക്ക സമയത്ത് വിവാദങ്ങളിലേക്ക് ഒന്നും ഈ പ്രചാരണ സമയത്ത് ഉണ്ടാവുകയില്ല എന്ന്. ഇപ്പോൾ ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഗുരുവായൂരിൽ ഒരു ഹിന്ദു MLA വേണമെന്നാണ്. ആ രീതിയിൽ ആവശ്യമുണ്ടോ? എല്ലാവർക്കും അഭിപ്രായമുണ്ട്, ഇത് നെഗറ്റീവാണ് പോസിറ്റീവാണ്. ഞാനൊരു സ്ഥാനാർത്ഥിയാണ്, ഞാൻ ഗുരുവായൂർ പോകുന്നു. ഗുരുവായൂർ ഞങ്ങൾക്ക് എല്ലാവർക്കും, എനിക്ക് ഒരു പുണ്യസ്ഥലമാണ്. എൻ്റെ എത്രയോ കൊല്ലമായിട്ട് ഞാൻ ചെറിയ കുട്ടിയായിട്ട് പോകുന്ന ഒരു അമ്പലം ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഞാനൊരു കാൻഡിഡേറ്റ് പറയുമ്പോൾ അത് എന്ത് ബാക്ക്ഡ്രോപ്പിലാണ് ഞാൻ പറയുന്നത്? ശബരിമല കൊള്ള നടക്കുന്നു, ഗുരുവായൂരും ദേവസ്വത്തിന് കാശ് മിസ്സിംഗ് ആണെന്ന് ഒരു അലിഗേഷൻ വരുന്നു, മറ്റ് എത്ര ക്ഷേത്രത്തിൽ നിന്ന് ഭൂമിയും സ്വർണം ഇതെല്ലാം മിസ്സിംഗ് ആണെന്ന് ഒരു ചർച്ച നടക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഞാനൊരു വിശ്വാസിയാണ്, എന്നെ MLA ആക്കൂ, അതല്ലേ നല്ലത് എന്ന് ചോദിച്ചാൽ എന്താണ് അതിൽ തെറ്റ്? പക്ഷെ അതിലൊരു തെറ്റുമില്ല. പക്ഷേ ഇത് അങ്ങനെയല്ല, ഹിന്ദു MLA എന്ന് എടുത്തു അവിടുത്തെ സിറ്റിംഗ് MLAs ചെയ്തില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ചെയ്തിട്ടില്ലല്ലോ, മതം കൃത്യമായിട്ട് പറഞ്ഞല്ലോ. അപ്പോൾ അല്ലല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. മതമാണെന്ന് പറഞ്ഞ ആരാണ്? മുസ്ലിം ലീഗിന്റെ MLA അല്ലേ? അപ്പൊ അത് വർഗീയവാദിയല്ലേ? അതിന് അയാളുടെ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് മതത്തെ ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. അല്ലല്ല, ഇതിപ്പോ മതമല്ലല്ലോ. അദ്ദേഹം പറഞ്ഞ എന്താണ്? ഗുരുവായൂർ അല്ല, ഞാൻ ചോദിക്കട്ടെ, വാറ്റിക്കനിൽ ഒരു ഹിന്ദു MP സാധ്യതയുണ്ടോ? മെക്കയിൽ ഒരു ക്രിസ്ത്യൻ അവിടെ പോയിട്ട് ഒരു പബ്ലിക് റെപ്രസെൻറ്റേറ്റീവ് ആവാൻ സാധ്യതയുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. അപ്പം എന്താണ് ഇവിടെ? എനിക്ക് ചോദിക്കാൻ പറ്റില്ലേ? ഞാനൊരു വിശ്വാസിയാണ്, എന്നെ MLA ആക്കുമെന്ന് ചോദിക്കാൻ പറ്റില്ല. ഗുരുവായൂർ മണ്ഡലത്തിൽ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. അത് പക്ഷെ അത് പുണ്യസ്ഥലം ആരുടെയാണ്? പക്ഷെ പുണ്യസ്ഥലമാണെന്ന് വെച്ചാൽ അവിടെ നാനാജാതി മതസ്ഥരും ജീവിക്കുന്ന ഒരു മണ്ഡലമാണ്. അല്ല, ചോദിച്ചാൽ അതെങ്ങനെയാണ് ഇത്ര സെൻസിറ്റീവ് ആവേണ്ട ആവശ്യം എന്താണ്? ഒരു ചർച്ച നടത്താൻ പാടില്ലേ? ഇത് എന്തൊരു ഒരു ലോ ത്രെഷോൾഡ്? ഞാനിത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തന്നെ ഒരു സംശയം, ഇതെന്താണ് എല്ലാവരും ചാടിത്തുള്ളി പറയുന്നത്? ഇദ്ദേഹം ഗോപാലകൃഷ്ണൻജിയുടെ ഒരു രീതിയുണ്ട്, പ്രൊവോക്കേറ്റീവ് സ്പീച്ചസ് എല്ലാം ഉണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ എന്താണ് തെറ്റ്? മെത്തേഡെല്ലാം വിടൂ. അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഒരു തെറ്റ് കാണുന്നില്ല. എന്താണ് ഞാൻ പറഞ്ഞത്? ഞാനിപ്പോൾ ശബരിമലയിൽ മത്സരിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ ശബരിമല മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷൻ ഞാൻ പറയും, ആ അമ്പലം ഇരിക്കുന്ന സ്ഥലത്തിൽ ഞാനല്ല ഒരു നല്ല കാൻഡിഡേറ്റ്, കാരണം ഞാൻ വിശ്വാസിയാണ്.